നമസ്കാരം. മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. സുരേഷ് ഗോപി മാജിക് എന്താണ് എന്ന് കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപേ നമ്മൾ വീണ്ടും കണ്ടു എന്നുള്ളതാണ്. അതായത് വാട്സപ്പിലൂടെ ഒരു പരാതി അയച്ച് 48 മണിക്കൂർ ആകുന്നതിന് മുൻപ് തന്നെ ആ പരാതിക്ക് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി. നമുക്കൊക്കെ അറിയാം, കേരളത്തിൽ നമ്മളൊരു പ്രശ്ന പരിഹാരത്തിനായി സർക്കാർ ഓഫീസുകളിൽ പോയാൽ നിരവധി കാലതാമസമെടുക്കും. നിരവധി തവണ സർക്കാർ ഓഫീസുകളിലെ വരാന്തകളിൽ നമ്മൾ കയറി ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടാകും. അതാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. ആ പരാതി കൃത്യമാണ്, സത്യസന്ധമാണ് എങ്കിൽ അത് പരിഹരിച്ച ഉടൻ തന്നെ അതിന് പരിഹാരം കണ്ടെത്തുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ആ പരാതി നൽകിയതും പരാതി പരിഹരിച്ചതും, ആ പരാതി നൽകിയ ആൾ ഒപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ജെയിംസ് വടക്കൻ, അല്ലെ? അതല്ലേ സാറിന്റെ പേര്? ജെയിംസ് വടക്കൻ സാറിനോടൊപ്പമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. സാർ, ഈ സാധാരണ നമ്മൾ ഈ സർക്കാർ ഓഫീസുകളിലൊക്കെ പരാതി കൊടുത്താൽ നമ്മൾ ഈ കയറി ഇറങ്ങി തളർന്ന അവസാനം നമ്മൾ അതങ്ങ് വിട്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. വേണ്ട എന്ന് ഗതികേട് കൊണ്ട് നമ്മളങ്ങ് വയ്ക്കും. ആ ഒരു അവസ്ഥയാണ്. പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ജയിച്ചപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞത് രാഷ്ട്രീയം മറന്നുകൊണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും എന്നുള്ളതാണ്. തുടക്കം തന്നെ അതങ്ങനെയാണ് എന്ന് സാറിന്റെ പ്രശ്ന പരിഹാരത്തിലൂടെ തെളിയിച്ചിരിക്കുന്നു. എന്നാണ് ഈ സംഭവം നടന്നത്? എന്താണ് നടന്നത്? ഇത് സംഭവം നടന്നത് കഴിഞ്ഞ ഈ 17-ാം തീയതി തിങ്കളാഴ്ചയാണ്. എന്റെ മകളുടെ ഭർത്താവ്, അദ്ദേഹം പാലാക്കാരൻ തന്നെയാണ്. അദ്ദേഹം കോട്ട ICICI ബാങ്കിലെ മാനേജറാണ്. അദ്ദേഹത്തിന്റെ ഹോണ്ട സിറ്റി വണ്ടിയിലെ പാലായിലത്തെ കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ കോർപ്പറേഷന്റെ പമ്പിൽ നിന്നും ഡീസൽ അടിച്ചു. ഡീസൽ അടിച്ചപ്പോൾ തന്നെ എന്തോ അസ്വസ്ഥ, അവിടെ ബീപി സൗണ്ടൊക്കെ വണ്ടിക്കകത്ത് വന്നു, വാണിംഗ് സിഗ്നൽ വന്നു. ചോദിച്ചപ്പോൾ പെട്രോൾ പമ്പുകാർക്ക് ഒന്നും പറയാനില്ല. അത് ഏതായാലും വണ്ടി എടുത്ത് കോട്ടയത്ത് കൊണ്ടുപോയി ഹോണ്ടയുടെ ഷോറൂമിൽ വർക്ക്ഷോപ്പിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഡീസലിനകത്ത് വെള്ളം ചേർന്നിട്ടുണ്ട്, ഇനിയിപ്പോൾ ഡീസൽ ടാങ്ക് അഴിച്ചു മാറ്റി അത് ക്ലീൻ ആക്കി വേറെ ഡീസൽ അടിക്കണം. എന്ന് മാത്രമല്ല, ലൂബ്രിക്കേഷനിൽ പ്രവർത്തിക്കുന്ന പമ്പിനകത്തും വെള്ളം കയറിയ പ്രശ്നമാകും, അത് ഭയങ്കര ചിലവുള്ള ഒരു സാധനമാണ്, എന്തായാലും മാറ്റി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി കൊടുത്തു. ഏതാണ്ട് 6500 രൂപ ഈ റിപ്പയർ കോസ്റ്റായി. 3600 രൂപ 3400 രൂപ എങ്ങാണ്ട് ഡീസലിന്റെ കോസ്റ്റുമായി. അദ്ദേഹം അങ്ങ് പോന്നു. ശനിയാഴ്ചയാണ് എന്നോട് ഈ വിഷയം പറയുന്നത്. ശനിയാഴ്ച രാത്രി വന്നപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പാലാകത്ത് നടന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അങ്ങനെ വിട്ടാൽ ശരിയാകില്ല, കാരണം ആ ടാങ്കിൽ നിന്നും ഇഷ്ടംപോലെ ആൾക്കാർ ഡീസൽ അടിച്ചു കാണുമല്ലോ. ഇതൊരു പൊതു വിഷയമല്ലേ, ജിജുവിന് 16-ന്റെ വിഷയമായിരിക്കില്ല, ടേക്കപ്പ് ചെയ്യണം, ഞാനൊരു പൊതു പ്രവർത്തനം കൂടെയാണല്ലോ. അപ്പൊ പിന്നെ ആദ്യം സമ്മതിച്ചില്ല. പിന്നെ ഞാൻ പെറ്റീഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു പെറ്റീഷൻ തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ട് എനിക്ക് സൗഹൃദമുള്ള BJPയുടെ എറണാകുളത്തെ നമ്മുടെ ശിവശങ്കരനെ വിളിച്ചു. രാത്രി 10:30 അപ്പൊ സാർ ഒരു കാര്യം ചെയ്യാം, ഞാൻ സുരേഷ് ഗോപിയുടെ നമ്പർ തരാം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം സാർ, എനിക്ക് അയച്ചതാ, ഒരു വാട്സപ്പ് ഇട്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞു വിശദാംശങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന് അയക്കുമ്പോൾ അൺനോൺ നമ്പറല്ല, അത് വേണ്ട, ഞാൻ ശിവശങ്കരനെ അയച്ചുതരാം. അങ്ങനെ ഞാൻ ശിവശങ്കരൻ ഒരു വാട്സപ്പ് ഇട്ടത് മാത്രമേ ഉള്ളൂ. 10:45 ഇപ്പൊ വാട്സപ്പ് ഇട്ടു. ഞാനങ്ങ് പോയി. ഐ വിൽ ടേക്ക് കെയർ ഓഫ് ശിവശങ്കരനും പറഞ്ഞു. ഞായറാഴ്ച ഉച്ചയായപ്പോൾ എനിക്ക് ഒരു അൺനോൺ നമ്പർ കോൾ വന്നു. അപ്പൊ അത് സുരേഷ് ഗോപിയുടെ ഓഫീസിൽ നിന്നാന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു പരാതി കൊടുത്തില്ല, ആ പരാതിക്കകത്ത് ഈ വെഹിക്കിൾ ഓണറുടെ നമ്പറില്ല, ഈ പ്രശ്നം പരിഹരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ വെഹിക്കിൾ ഓണർ നമ്പർ കൂടെ വേണ്ടേ, മൊബൈൽ നമ്പർ വേണമെന്ന് ഞാൻ മൊബൈൽ നമ്പർ കൊടുക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ഒരു ഉച്ചയായപ്പോൾ എന്നോട് എന്റെ സണ്ണിലോ വിളിച്ച് പറഞ്ഞു, ആ മുഴുവൻ പൈസയും, അതായത് 6500 റിപ്പയറിന്റെ കോസ്റ്റും ഡീസലിന്റെ കോസ്റ്റും അവര് ഗൂഗിൾ പേയിൽ കൂടെ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തു. ആരാണ് ഈ പമ്പുടമ അയച്ചു കൊടുത്തു. എന്നിട്ട് ഈ പരാതി ഒന്ന് പിൻവലിക്കണമെന്ന് പമ്പുടമയും ഇന്നോവൽ കോർപ്പറേഷന്റെ സെയിൽസ് മാനേജറോ ഡിസ്ട്രിക്ട് മാനേജറോ ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം പറഞ്ഞില്ല, ഞാനല്ല അത് പെറ്റീഷൻ കൊടുത്തിരിക്കുന്ന എന്റെ ഫാദറിലോ ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല, കാരണം ഒരു ഫൈനൽ റെസൊല്യൂഷൻ നമുക്ക് വേണമല്ലോ, പൈസ മാത്രമല്ല വിഷയം. അങ്ങനെ ഞാൻ പറഞ്ഞു നിർത്തി. അപ്പൊ ഞാൻ ഈ വിവരം അപ്പൊ തന്നെ ഞാൻ ഈ ശിവശങ്കരനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ശിവശങ്കരൻ പറഞ്ഞു, സാറേ ഞാൻ നമ്പർ സാർ ഹായ് ഇട്ടാക്കാൻ പറഞ്ഞു, താങ്ക് യു എന്നും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശിവശങ്കരൻ അങ്ങനെയല്ലല്ലോ, ഇതൊരു വലിയ വിഷയമല്ലേ, എന്റെ വിഷയം ചെറുതാണല്ലോ, ഞാൻ 10-15 വർഷമായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്, 100 കേസുകൾ ഡീൽ ചെയ്തിട്ടുണ്ട്, പല പരാതികൾ അയച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ കേസുകൾ നടത്തിയിട്ടുണ്ട്. അന്നൊന്നും കാണാതെ ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, അത് നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ്. എന്തായാലും ഞാൻ പത്രത്തിലൊന്നും കൊടുക്കുന്നില്ല, ഞാൻ എന്തായാലും അദ്ദേഹത്തിന്റെ കത്ത് അയക്കുമെന്ന് പറഞ്ഞു. അത് സാറിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു വീട്ടിൽ കത്ത് തയ്യാറാക്കി 2 പേരുടെ കത്ത് ഞാൻ അയച്ചു കൊടുത്തു. അതാണ് ഇപ്പോൾ ഈ വൈറലായ സംഭവം. മറ്റൊന്നും കൊണ്ടുമല്ല, അതിനകത്തൊരു വലിയ 2 മെസ്സേജുകളുണ്ട്. ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, ആരായിരിക്കണം ജനപ്രതിനിധി, അത് മന്ത്രിയാണെങ്കിൽ ആരായിരിക്കണം ജനപ്രതിനിധി, അദ്ദേഹം ജനങ്ങൾക്ക് സ്വീകാര്യനാണോ, ജനങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിഷയം. അതിപ്പോ സുരേഷ് ഗോപിക്ക് അത് സാധിക്കുമെന്ന് നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു. രണ്ടാമത്തെ വിഷയം, ഒരു വിഷയം പഠിച്ചാൽ അതിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ടുള്ള അദ്ദേഹത്തിന് മുമ്പുള്ള മാർഗങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ചെയ്തു, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞായറാഴ്ച ഏതെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയുടെ ആഫീസ്, ഞായറാഴ്ച ആഫീസോ ജീവനക്കാർ ആരെങ്കിലും ഒരു പരാതിക്ക് ഒരു ചോദ്യം അല്ലെങ്കിൽ അതിനൊരു അടുത്ത ഫോളോ അപ്പ് ഉണ്ടാവില്ലല്ലോ. അപ്പം അതാ ഞാൻ പറയുന്നത്, ഇതൊരു
അനുകരണീയ മാതൃകയായി. എന്നെ ഇത് ആകർഷിക്കാനുള്ള കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഞാൻ 1988 തുടങ്ങി സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു 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 പൊതു സംഘടന നടത്തുന്ന ആളാണ്, പബ്ലിക് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ആളാണ്. ഏതാണ്ട് 50ഓളം കേസുകൾ നമ്മൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയിലും കൊടുത്തിട്ടുണ്ട്, നിരവധി കേസുകൾ. അതിനകത്ത് നോട്ട എന്ന് പറയുന്ന കേസ് പോലും ആ ഒരു നോട്ട കിട്ടിയത് പോലും നമ്മുടെ കേസാണ്. നമ്മള് പിന്നെ സ്വകാര്യ ബസ്സുകളുടെ സമരം, KSRTCയുടെ വിഷയം, പിന്നെ റോട്ടിലെ നമ്മുടെ ഹോർഡിങ്സ്, സൈനേജസ്, ശബരിമലയ്ക്കുള്ള അധിക ചാർജ്, അങ്ങനെ നിരവധി വിഷയങ്ങൾ, നമ്മുടെ ബഫർ സോൺ വിഷയങ്ങൾ, അതെല്ലാം നമ്മൾ ഏറ്റെടുത്തതാണ്. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ എല്ലായിടത്തും പോയിട്ട് പരിഹാരം കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ കോടതിയെ സമീപിക്കുന്നത്. ഇത് കോടതിയെ പോലും സമീപിക്കേണ്ട വന്നില്ല. സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന്, അദ്ദേഹത്തെ ഓഫീസിന്റെ ഭാഗത്തുനിന്ന് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടായി. അതൊരു അനുകരണീയ മാതൃകയാണ്. കാരണം ഈ ജനങ്ങളോടടുത്ത് നിൽക്കുന്ന, ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു നേതാവ് എന്തായിരിക്കണമെന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക അദ്ദേഹം ചെയ്തത്. സർ, ഈ കേന്ദ്ര സഹമന്ത്രിയെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. ഈ തൃശ്ശൂരിൽ അദ്ദേഹം വിജയിച്ച് വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞതാണ് പല മന്ത്രിമാർക്കും ഇതൊരു മാതൃകയായിരിക്കും. കാരണം അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയം നോക്കാതെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ഒരാളാണ്. ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ആളിനോട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന മന്ത്രിമാരോട്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തവരോട് ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഒരുപാട് വർഷം കൊണ്ട് ഫൈറ്റ് ചെയ്യുകയാണ് ജനങ്ങൾക്ക് വേണ്ടി, ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടി കോടതിയോടും ഇവിടുത്തെ നിയമവ്യവസ്ഥയോടും അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളോടും ഫൈറ്റ് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് സാറിന് പറയാനുള്ളത്? സാർ, ഒരു കാര്യം കൂടെ, ഇതിനു മുൻപും പല കേന്ദ്രമന്ത്രിമാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ വെറും റബ്ബർ സ്റ്റാമ്പുകൾ മാത്രമായിരുന്നു എന്ന് സുരേഷ് ഗോപിയുടെ ഈ ഒരു ഇടപെടലിലൂടെ തെളിയിച്ചിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. ഞാൻ ഈ വിഷയത്തില് ഈ സുരേഷ് ഗോപിയുടെ അടുത്ത് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടാകുമെന്ന് പറയാനുള്ള കാരണം പലതുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത്, ഞാനൊരു കുറച്ച് നാൾ മുമ്പ്, എനിക്ക് ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനുവരി മാസത്തില് ഞാൻ ചുമ്മാ ഒരു വീഡിയോ ശ്രദ്ധിച്ചു. അതിനകത്ത് സുരേഷ് ഗോപി തൃശ്ശൂർ കുറെ വനിതകളുടെ ഇടയ്ക്കിരുന്ന്, ഇരിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരാണോ സംശയമുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇരുന്ന സംസാരിക്കുന്നത്, സാധാരണ സ്ഥലത്ത് സംസാരിക്കുകയാണ്. എല്ലാവർക്കും പുള്ളി കേൾക്കാൻ പുള്ളി തയ്യാറാണ്. നമുക്ക് ആ ഇരിപ്പ് കണ്ടാൽ അറിയാമല്ലോ പുള്ളിക്ക് അങ്ങനെ തിരക്കുള്ള മനുഷ്യനൊന്നുമായിട്ട് അഭിനയിക്കുന്നില്ല. ചില കാര്യങ്ങൾ പുള്ളി പറയുന്നു ഇത് നടക്കുന്ന കാര്യമല്ല, ഇത് നടക്കുകയല്ല, അതുകൊണ്ട് മാറ്റി വെക്കാൻ പറയുന്നത്. അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഭാഗത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഈ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷന്റെ പൊതു താല്പര്യ കേസുകളെല്ലാം ഡീൽ ചെയ്യുന്നത് എറണാകുളത്തെ പ്രമുഖ അഭിഭാഷകനായ ജോൺസൺ മനിയാനിയും അദ്ദേഹത്തിന്റെ മകൻ ജീവൻ മാത്യു മനിയാനിയാണ്. അദ്ദേഹം പലപ്പോഴും സംസാരിക്കാറുണ്ട്. എന്റെ വടക ഇതൊന്നും വേണ്ട, നമുക്ക് വേണ്ട സുരേഷ് ഗോപിയോടോ അതുപോലെ വല്ലവരൊക്കെ പറയണ കാര്യം നടക്കുന്ന കേസേ ഉള്ളൂ. അപ്പൊ നമുക്ക് നല്ലൊരു അവസരമാണ്. ഇപ്പൊ രണ്ട് കേന്ദ്രമന്ത്രിമാർ അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നു, ഇപ്പൊ ജോർജ് കുര്യൻ അടക്കം. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം വടക്കന്റെ പകുതി പൊതുതാല്പര്യ കൃതികളൊക്കെ നിർത്താം, നമുക്ക് ഇനി ഒരു വഴിക്ക് ഓപ്പറേറ്റ് ചെയ്യാമെന്ന് ഈ ജോൺസൺ മനിയാൻ എന്നോട് ഒരു 5 ദിവസം മുന്നേ പറഞ്ഞത്. അപ്പൊ ഞാനത് മനസ്സിൽ വെച്ചിരുന്നു. പിന്നെ നമ്മൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ സിനിമ കാണുന്ന ആളൊന്നുമല്ല. പക്ഷേ ഈ ഇന്ത്യയിലെ, അല്ലെ തെക്കേ ഇന്ത്യയിലെ ഒരു ഭരണം നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ, സിനിമാ മേഖലയിൽ നിന്ന് വന്നിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരു പ്രത്യേക പരിഗണന കാണിക്കുന്നുണ്ട്. അത് റൈറ്റ് ഫ്രം NT രാമറാവു തുടങ്ങി ഇങ്ങോട്ട് പോകുന്ന, അല്ല കരുണാനിധിയുടെ മകൻ, അങ്ങനെ ഒത്തിരി പേര്, സ്റ്റാലിൻ, ഒത്തിരി പേരുണ്ടല്ലോ. അവരൊക്കെ ഈ അവരഭിനയിച്ച അല്ലെങ്കിൽ അവരാടി തീർന്ന റോളുകളിൽ ഒരു ജനപക്ഷം ഉണ്ടെന്ന് മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യാൻ അറിയാം. നമ്മുടെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കൊന്നും വിഷയം അറിയത്തില്ല, പഠിക്കാറുമില്ല, ജനങ്ങളുടെ പൾസ് എന്നാന്നറിയില്ല. അതാണ് അതിന്റെ വിഷയം. സുരേഷ് ഗോപി 75,000 വോട്ടിന് ജാതി പറയുകയല്ല. ഒരു ക്രൈസ്തവ മേഖലയായ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു പുള്ളി തോറ്റു പോകുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ക്രൈസ്തവനും ഇല്ല, ഹൈന്ദവനും ഇല്ല, മുസ്ലിമും ഇല്ല, ഒന്നുമില്ല. അവരെല്ലാവരും നോക്കിയപ്പോൾ സുരേഷ് ഗോപി നല്ലൊരു മാതൃകയാണ്, അഭിനയമൊന്നുമല്ല എന്ന് മനസ്സിലായി അവർ വോട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂരത്തെ ഇലക്ഷൻ ഒന്നുമല്ല വിഷയം. തൃശ്ശൂര് സുരേഷ് ഗോപി ജയിച്ചതും ഇപ്പോൾ സുരേഷ് ഗോപി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങൾ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മാതൃകയാകണം. ഒരു മാതൃകയാണ്. അത് ഞാൻ അനുകരണീയ മാതൃക എന്ന് പറഞ്ഞത് മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യേണ്ട മാതൃകയാണ്. സുരേഷ് ഗോപിയെ പോലെ ഗിമ്മിക്കാണെങ്കിൽ അല്ല, സുരേഷ് ഗോപിയെ പോലെ പ്രവർത്തിക്കാനല്ല ഞാൻ പറയുന്നത്. സുരേഷ് ഗോപിയുടെ വിഷയം ഏറ്റെടുത്ത് പരിഹരിച്ചതുപോലെ അതിനേക്കാൾ എത്രയോ എളുപ്പത്തിൽ പരിഹരിക്കാൻ നമ്മുടെ നേതാക്കന്മാർക്ക് സാധിക്കും. ഇത് ലോക്കൽ ഇഷ്യൂസ് അല്ല, ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അതൊന്നും പരിഹരിക്കുന്നില്ലല്ലോ. വിഷയമൊന്നും അല്ലെന്നേ. കാരണം ഈ മന്ത്രിമാർക്ക് ഉദ്യോഗസ്ഥന്മാരുടെ മേലെ ഒരു ആധിപത്യമൊന്നുമില്ല. ചില മന്ത്രിമാർക്ക് ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നിരിക്കും, നേരത്തെ വേറെ ശക്തമായ മന്ത്രിമാർ കച്ചിതമേനും ഉണ്ടായിരിക്കും, അവസാനം കൈമാണിക്ക് ഉണ്ടായിരിക്കും. അവർക്ക് അപ്പുറം വരുന്ന മന്ത്രിമാർക്കൊന്നും, അവരൊക്കെ ഉദ്യോഗസ്ഥരെ താങ്ങി നിൽക്കുന്നവരാ. അപ്പൊ അവർക്കൊന്നും ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ ആ ഒരു പവർ അത് ഇല്ലാത്തതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. ഈ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തൊരു ഫയൽ വന്നു കഴിഞ്ഞാൽ അവിടെ മടക്കി വെക്കും. അങ്ങനെ ഒരു 10 ദിവസം ആകുമ്പോഴത്തേക്ക് എത്ര ഫയലാവും, പിന്നെ ഏതാ ഫയലെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുകയില്ല. അപ്പൊ അങ്ങനെ ഈ ബ്യൂറോക്രസിയുടെ കൂമ്പാരത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ എന്നാ പറയുന്ന ഒരു കെട്ടുപെട്ടിലേക്ക് പോകുമ്പോൾ പിന്നെ അവർ നോക്കുമ്പോൾ ഒരാൾക്ക് പരിഹരിക്കാൻ പറ്റിയില്ല, പിന്നെ എന്നും പരാതിയല്ലേ. അപ്പൊ അതുകൊണ്ട് പരിഹാരം ഉണ്ടാകുകയില്ല. അതിനകത്തൊന്നാണ് ഒരു മാറ്റം വന്നത്.
ആദ്യം വരുന്ന പരാതി ആദ്യം പരിഹരിക്കുക. അങ്ങനെ പരാതി പരിഹരിച്ച് പോവുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുകയില്ല. അപ്പൊ ആ ഒരു നിലപാട് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ എടുക്കണമെന്ന് മാത്രമേ എനിക്കതിൽ മെസ്സേജ് തരാനുള്ളൂ. ഇതിലും മറ്റൊരു കാര്യമുള്ളത്, ഒന്ന് ഇത് കാണുമ്പോൾ ആളുകൾക്കുള്ള ചോദ്യം എന്ന് വെച്ചാൽ, സാറ് ശിവശങ്കരൻ ആയിട്ട് അത്ര ബന്ധം, BJPയുടെ ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹവുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ചിലപ്പോൾ BJPയുടെ ഒരു നേതാവ് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിച്ചു. രണ്ട്, സാറ് സുരേഷ് ഗോപി ഇത്രത്തോളം പ്രശംസിച്ച് പറയുമ്പോൾ സാറിനെ സംഖ്യയാക്കാനും പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പല കമന്റുകളിലും ഒക്കെ നമുക്ക് അത്തരത്തിൽ ഇയാളൊരു സംഖ്യയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അതിന് താഴെ വന്ന എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു കമന്റ്, പിണറായിക്ക് ധൈര്യമുണ്ടോ, ഏതെങ്കിലും ഒരു കേസ് 1 മാസം സമയം തരാം, അത് പരിഹരിക്കാൻ പിണറായിക്ക് ധൈര്യമുണ്ടോ, കേരളത്തിലെ ജനങ്ങൾ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ്. ഈ 3 ചോദ്യത്തിനും എന്താണ് സാറിന്റെ മറുപടി? ഞാന് ഒരു സംഖ്യയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഞാൻ സംഖ്യയല്ല. പിന്നെ എനിക്ക് സൗഹൃദം ഉണ്ടെങ്കിൽ സൗഹൃദം ഉള്ളത് ലോക്കൽ പൊളിറ്റിക്സിൽ ഞാൻ മാണി സാറുമായിട്ട് എനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദം ഉള്ളപ്പോൾ തന്നെ ഞാൻ ജോസ് കെ മാണിയെ തോൽപ്പിക്കാൻ കൂട്ടുന്ന ഒരാളാണ് ആദ്യത്തെ ഇലക്ഷനിൽ. പിന്നീട് ഞങ്ങളൊരു സൗഹൃദത്തിലാണ്. എനിക്ക് ജോസ് കെ മാണിയുടെ നല്ല സൗഹൃദമുണ്ട്, എനിക്ക് കോൺഗ്രസ് നേതാക്കന്മാരുടെ സൗഹൃദമുണ്ട്, ഒത്തിരി പേരുടെ സൗഹൃദമുണ്ട്. എന്റെ സൗഹൃദം എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ ബേസ്ഡ് സൗഹൃദമാണ്. അവർക്കെല്ലാം ഈ ഞങ്ങളൊരു പഠന ഗവേഷണ കേന്ദ്രമാണെന്നും 1988 തുടങ്ങി ഏത് വിഷയത്തെ പറ്റി നമുക്ക് 100ഓളം വിഷയങ്ങളുടെ ഫയലുകൾ കണ്ടല്ലോ ഇതിനകത്തുണ്ട്. അത് അപ്ഡേറ്റഡ് ആണ്. അത് എളുപ്പമല്ല. കാരണം ഞാൻ 5 പത്രവും 10-40 മാസികകളും വരുന്ന ഒരാളാണ്. അത് ഞാനിങ്ങനെ ഫയൽ ചെയ്ത് സൂക്ഷിക്കുന്നതുകൊണ്ട് ഒരു റെഡി റെക്കണറായിട്ട് എന്തെങ്കിലും വിഷയം കൊണ്ട് ചോദിച്ചാൽ കിട്ടുമെന്ന് നിങ്ങളെ പോലത്തെ മാധ്യമക്കാർക്ക് വരെ അറിയാം. ഞാൻ വേറൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ആ ഒരു സൗഹൃദം എനിക്ക് എല്ലാവരുമായിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അതിനകത്ത് സംഘീയ ബന്ധങ്ങളൊന്നുമില്ല. പിന്നെ പിണറായി വിജയനെയും ഞാൻ ഇതുപോലെ ആദരിക്കുന്ന ഒരു മനുഷ്യനാണ്. കാരണം അത് പറയുമ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ആകരുത്. ഞാൻ ഒരു ബാങ്കിന്റെ റീജിയൽ മാനായിട്ട് ഇരിക്കുമ്പോൾ എറണാകുളത്ത് മെയിൻ ബ്രാഞ്ചിൽ അവിടുത്തെ ഒരു ലാൻഡ് ഓർഡറുമായിട്ടൊരു പ്രശ്നം ഉണ്ടായി. അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി പോലുമല്ല, അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. അപ്പം പിണറായി വിജയന്റെ ഭാര്യയുടെ ഒരു ഫസ്റ്റ് കസിൻ എന്റെ ബാങ്കിലെ മാനേജർ അനിൽകുമാർ എന്ന് പറഞ്ഞ വടകര മാനേജർ. ഈ വിഷയം ഉണ്ടായപ്പോൾ നമുക്ക് ബാങ്കിൽ നടത്താൻ പറ്റില്ല, കാരണം കേബിൾ കെട്ടിയത്, കറണ്ടില്ല. 10-15,000 കസ്റ്റമേഴ്സ് ഉള്ള ബാങ്കിൽ, വലിയൊരു ബാങ്കില്ലേ. അപ്പം ഞാൻ അനിലിനെ വിളിച്ചു വരുത്തി. അനിൽ നമുക്ക് എന്നാ പോയി അദ്ദേഹത്തോട് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ രാത്രി 10 മണിക്ക് രാമകലത്തിൽ പോയി അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എടുത്ത് വെച്ച് ചോദിച്ചു, പരാതി കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സത്യത്തിൽ ബാങ്ക് പരാതി കൊടുത്തിട്ടില്ല. പരാതി കൊടുക്കാൻ നമ്മൾ എങ്ങനെയാ പരിഹരിക്കുന്നതെന്ന് ചോദിച്ചു. രാത്രി 10 മണിക്കാണ് കൊടുക്കണം. അപ്പോൾ പുള്ളി വന്ന് രാവിലെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ സാറേ രാവിലെ ഞാൻ ഇപ്പൊ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാത്രിയിൽ അവിടുന്ന് തന്നെ രാമകലത്തിൽ നിന്ന് ഇറങ്ങി ബസ്സേ കയറി എറണാകുളത്ത് റീജിയണൽ ഓഫീസ് തുറന്ന് പരാതി കൊണ്ട് 7 മണിക്ക് അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നു. അതേ സമയത്ത് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി കൊടുത്തു. അന്ന് അദ്ദേഹം എന്നെ മുമ്പിരുന്ന ഈ ആഭ്യന്തരത്തെ വിളിക്കുന്നത്. എറണാകുളത്തെ ഒരു 10,000 കസ്റ്റമേഴ്സ് ഉള്ള വലിയൊരു ബാങ്കിന് MG റോഡിൽ പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ പറഞ്ഞ് സാധിക്കില്ല, എന്ത് ഭരണമായെന്ന് ചോദിച്ചു. എനിക്ക് 10 മണിക്ക് മുമ്പ് ഇത് ഉത്തരം കിട്ടിയിരിക്കണം. ആ ബാങ്ക് അവിടെ കറണ്ട് റോഡിൽ പ്രവർത്തിക്കണം, ബാക്കി നിങ്ങളുടെ ഉത്തരവാദിത്തമെന്ന് പറഞ്ഞു. 9 മണിക്ക് അവിടെ പോലീസുകാർ വന്നു. ഈ പറയുന്ന നമ്മുടെ സിറ്റി പോലീസ് കമ്മീഷണർ വന്നു. 10 മണിക്ക് ആ പ്രശ്നം പരിഹരിച്ചു. അപ്പൊ ഞാനൊരിക്കലും പിണറായി വിജയൻ ഒരു മോശക്കാരനെന്ന് പറയാലോ. പിണറായി വിജയൻ ഇതുപോലെ ശക്തനായ ഒരു നേതാവാണ്, സഡൻ ആക്ഷനുള്ള ആളാണ്. എനിക്ക് അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നേതാവ് തന്നെയാണ്. പിന്നെ ഇപ്പൊ പിണറായിക്ക് എന്ത് സംഭവിച്ചു? ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തതുകൊണ്ടും രാഷ്ട്രീയ കമന്റ് ഇല്ലാത്തതുകൊണ്ടും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ അടുത്ത നാളില് ഈ എന്താ പറയുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ നമ്മള് ഈ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ ജനവിരുദ്ധമായ നിലപാടെടുത്ത 4 മന്ത്രിമാര്, അത് 4ഉം അൺഫോർച്ചുനേറ്റ്ലി CPI മന്ത്രിമാരാണ്. കൃഷി, റവന്യൂ, പിന്നെ നമ്മുടെ സിവിൽ സപ്ലൈസ്, നേരത്തെ വനം വകുപ്പ് ഉണ്ടായിരുന്നു. ഇതാണ് ഏറ്റവും കൂടുതൽ ജനവിരുദ്ധമായ നിലപാടെടുത്ത വകുപ്പുകൾ അല്ലെങ്കിൽ ഉത്തരവുന്ന വകുപ്പുകൾ. അപ്പൊ അവരുടെ ചെയ്തികൾ ഒന്ന് ചോദ്യം ചെയ്യണമെന്നൊരു തീരുമാനം ഉണ്ടായി. ഞങ്ങള് ഒരു കർഷക ഉച്ചകോടി, സ്വതന്ത്ര കർഷക സംഘടന, മതം അല്ലാത്തതും മറ്റേ രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത സംഘടനകളുടെ ഒരു ഗ്രൂപ്പ് 10-65 സംഘടന ഉണ്ടായിരുന്നു. ഞങ്ങൾ തൃശ്ശൂർ ഒരു കർഷക ഉച്ചകോടി നടത്തി. ഞങ്ങൾ എണ്ണി പറഞ്ഞു ഇതൊക്കെയാണ് കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് പിന്നീട് അത് നമ്മൾ മാനന്തവാടി വയനാട്ടിൽ നടത്തി, എടത്തുവായിൽ ആലപ്പുഴ നടത്തി, തിരുവനന്തപുരത്ത് നടത്തി. നമ്മൾ ഈ 4 ഈ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ആദ്യ മീറ്റിംഗ് നടത്തുമ്പോൾ ഞങ്ങളുടെ കൂടെ തന്നെ ഈ ദേശീയ കർഷക സമരം നടത്തുന്ന എന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള മലയാളിയായ KV ബിജു ആണ്, ചാലക്കുടിക്കാരനാണ്. അത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളതാണ്. അവരെ അന്നേരം തന്നെ ഈ പറഞ്ഞ CPI നേതൃത്വം വിളിച്ചു. ബിജു പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ പറഞ്ഞ ആശയങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്താം, ഞങ്ങൾ പറയുന്ന വിഷയങ്ങൾ കറക്റ്റാണ്, നിങ്ങളാ തിരുത്തേണ്ടത്. അപ്പൊ നമുക്ക് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. ബിജു പറഞ്ഞു, ചർച്ച ചെയ്യാം, പൊതുവെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരു പബ്ലിക്കിനെ ഫേസ് ചെയ്തുകൊണ്ട് നിങ്ങളും ഇരുന്നു, ജനം ടെലികാസ്റ്റ് ചെയ്യട്ടെ എല്ലാവരും. അപ്പൊ ഞങ്ങളാ തോക്കുന്നെങ്കിൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം, നിങ്ങളാ തോക്കുന്നെങ്കിൽ ഞങ്ങളെ നിലപാടെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ പിന്നെ ആ വെല്ലുവിളിക്ക് വന്നില്ല. അതിനുശേഷം റവന്യൂ മിനിസ്റ്റർ മാങ്കുളത്ത് പോയിട്ട് പറഞ്ഞു, ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്, ഞങ്ങൾ കർഷക നേതാക്കളുമായിട്ട് നേരിട്ട് സംവാദിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു.
നമ്മളപ്പോ തന്നെ ആ മാങ്കുളത്തെ മീറ്റിംഗിൽ അദ്ദേഹം പറഞ്ഞ പിറ്റേ ദിവസം നമ്മൾ കത്തയച്ചു. നേരി വിളിച്ചും പറഞ്ഞു ഞങ്ങൾ എവിടെ വേണം വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഏപ്രിൽ ഇലക്ഷന് 3 ദിവസം മുന്നേ ഏപ്രിൽ 23 തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ ഞങ്ങൾ 4ാമത്തെ കർഷക ഉച്ചകോടി വിളിച്ചു. ഞങ്ങൾ മന്ത്രിയെ വിളിച്ചു, അദ്ദേഹം വന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, നിലപാടെടുക്കുന്നതിൽ ഒന്നാം സ്ഥാനക്കാരൻ പിണറായി വിജയൻ തന്നെ. പുള്ളി നിലപാടെടുക്കുന്നില്ല, കടുത്ത നിലപാടെടുക്കുന്ന ആളാണ്. പക്ഷെ നിലപാടെടുക്കുന്നതിന് അതിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ പിണറായി വിജയന്റെ തന്നെ തീരുമാനമല്ലല്ലോ, ബാക്കിയുള്ള തീരുമാനങ്ങളല്ലേ. അല്ല, ഇപ്പൊ പിണറായിയാണ് ഏകാധിപതിയായിട്ട് ഭരിക്കുന്നത്. പണ്ട് പാർട്ടി പറയും സർക്കാർ ഭരിക്കും, ഇപ്പൊ പിണറായി പറയും സർക്കാർ കേൾക്കും എന്നുള്ള രീതിയിലേക്ക് പോയത് കൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പ്. സാർ പറയുന്നത് പോലെ രാഷ്ട്രീയം ഞാൻ കടത്തുന്നില്ല, സാറ് ഈ നിലപാടുകളുടെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അപ്പോ അത്തരത്തിൽ ഒരു നേതാവായി പിണറായി മാറിയിരിക്കുന്നു. കാരണം പിണറായിയുടെ ധാർഷ്ട്യവും ഈ ശൈലിയുമാണ് ഈ തോൽവിക്ക് വലിയ കാരണമെന്നും പറയുന്നുണ്ട്. ഈ സുരേഷ് ഗോപിയെ പോലെ, അല്ലെങ്കിൽ സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഒരു പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയും എന്നിരിക്കെ അദ്ദേഹം പലപ്പോഴും ജനങ്ങളുടെ കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനകത്തൊരു ചെറിയ തിരുത്തുണ്ട്. സുരേഷ് ഗോപി ചെയ്യുന്നതോ അതിനപ്പുറമായിട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും പിണറായി വിജയൻ സാധിക്കും. തെളിഞ്ഞതാണല്ലോ. നമ്മൾ കഴിഞ്ഞ എന്നാ പറയുന്നത് കോവിഡിന്റെ കാലത്ത് കണ്ടു, പ്രളയത്തിന്റെ കാലത്തൊക്കെ കണ്ടു. പിണറായി കുറ്റമന്ത്രി കാര്യമില്ല. പിണറായിയുടെ കൂടി ഇങ്ങനെ 19 മന്ത്രിമാരില്ലേ, അവരാരാണ്? അത് നിങ്ങൾ CPM-കാരാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, CPIക്ക് 4 മന്ത്രിമാരില്ലേ, കേരള കോൺഗ്രസിലെ മന്ത്രിയില്ലേ, ഘടകകക്ഷികൾ ബാക്കി 4 പേർക്കും 4 മന്ത്രിമാരില്ലേ, അവരെന്തെടുത്തോണ്ടിരിക്കുകയാണ്? ഇനി അതവരെ ഇവിടെ ഈ പാർട്ടി സംവിധാനമില്ലേ? നിങ്ങൾ പിണറായി ഭയങ്കര ഭീകരനാണ്, സ്റ്റാലിനാന്നൊക്കെ പറയുമ്പോഴും ഈ പാർട്ടി എന്താണ്? ജനകീയ വിഷയങ്ങൾ അവരെ എത്തിക്കണ്ടേ? ഞാൻ പറയുന്നത്, ഈ പിണറായി വിജയന് ഉപദേഷ്ടാക്കളെ നിയമിച്ചപ്പോഴും പിന്നെ എനിക്ക് ഏത് സൗഹൃദമുള്ളതും എനിക്കറിയാവുന്നതുമായ ഡോക്ടർ KM ഇബ്രാഹിത്തിനെ ക്യാബിനറ്റ് പദവിയുള്ള ഒരു പ്രത്യേക ഉപദേഷ്ടാവായിട്ടവിടെ നിയമിച്ചപ്പോഴും ജനങ്ങൾ എന്താ മനസ്സിലാക്കിയെന്നറിയാവോ? ഈ മന്ത്രിമാരോടൊക്കെ വണ്ടിയെ കയറി യാത്ര ചെയ്താൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മന്ത്രിമാര് വണ്ടിയെ കയറി കല്യാണം, ശവചാരം, മറ്റേ എന്നാ പറയുന്നത് മരണ വീട്, ഫുഡ് അടിക്കുക, പോവുക, വൈകിട്ട് തിരിച്ചു വരിക, ഫയലൊക്കെ അവർ നോക്കിക്കോളും. എത്ര ഉപദേഷ്ടാക്കളുണ്ട് മുഖ്യമന്ത്രി ഓഫീസിൽ? 7 ഉപദേഷ്ടാക്കൾ. നിങ്ങള് ഡോക്ടർ KM ഇബ്രാഹിത്തെ ക്യാബിനറ്റ് പദവിയുള്ള ഒരു സ്പെഷ്യൽ ഓഫീസറായിട്ട് നിയമിച്ചപ്പോൾ പത്രവാർത്ത ഒന്ന് വായിക്കണം. എന്താണ് വാർത്ത? പ്രത്യേക വിഷയങ്ങൾ പ്രത്യേകമായിട്ട് പഠിച്ച് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഈ ഓഫീസ് മാറ്റിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ബാക്കി 19 മന്ത്രിമാരുടെ സ്ഥിതി നമുക്ക് മനസ്സിലായില്ലേ? ഫയലുകളും മൂവ് ചെയ്യല. എങ്ങനെയാണ് ഫയല് മൂവ് ചെയ്യുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു മന്ത്രി എത്ര മണിക്കൂർ സെക്രട്ടേറിയറ്റിലുണ്ട്, എത്ര ആയിരം ഫയൽ ദിവസം വരുന്നുണ്ട്? നിങ്ങൾ ഫയൽ കണ്ടിട്ടുണ്ടല്ലോ. ഒരു 400 പേജുള്ള ഫയലിനകത്ത് മന്ത്രി എന്താ ചെയ്യേണ്ടത്? ഈ അതിന്റെ തൊട്ട് മുമ്പുള്ള അധികാരി ഒപ്പിട്ടുണ്ടെങ്കിൽ ഒപ്പിടാനല്ല മന്ത്രി ചെയ്തിരിക്കുന്നതാണോ? അല്ലല്ലോ. അത് വായിച്ചു നോക്കി തിരുത്തണമെങ്കിൽ എത്ര മണിക്കൂർ വേണം? ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണ്. ഒരു മന്ത്രി ഒരു 8 അല്ലെ 10 മണിക്കൂർ ദിവസവും ഈ ഓഫീസിൽ ഇരുന്ന് ജോലി ചെയ്താൽ മാത്രമേ ഇപ്പോൾ വരുന്ന ഫയലിന്റെ പകുതിയെങ്കിലും മന്ത്രിക്ക് വായിക്കാൻ പറ്റുള്ളൂ. മന്ത്രിമാര് വായിക്കുന്നില്ല. അവരെന്ത് ചെയ്യും? ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും, വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ. അവര് കള്ളത്തരം കാണിച്ചാൽ തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. മന്ത്രിമാരുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? മന്ത്രിമാരുടെ ഓഫീസ് ബ്യൂറോക്രസിയുടെ ഒരു യാതൊരുവിധ സ്വാധീനം ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്ത സാധനമാണ്. പഴയ ഭരണാധികാരികൾ എനിക്ക് സ്വന്തമായിട്ട് നിശ്ചയിക്കാം, ആണല്ലോ. ഞാൻ PSC പഠിക്കല്ലോ നിയമിക്കുന്നത്, ആണോ? അല്ലല്ലോ. IAS ആണോ നിയമിക്കുന്നത്? അല്ല. എനിക്ക് ഇഷ്ടമുള്ള ആളെ ഞാൻ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുക. അതെന്താണ്? അതാ മിനിസ്റ്ററുടെ പ്രൊറോഗേറ്റീവാ. മിനിസ്റ്റർക്ക് കഴിവുള്ളടത്തിനെ പറ്റി കഴിഞ്ഞാൽ മിനിസ്റ്റർ കാര്യങ്ങൾ തീരുമാനിക്കാം. നയം തീരുമാനിക്കാൻ ബ്യൂറോക്രസിക്ക് യാതൊരു റോളും ഇല്ല. നയം തീരുമാനിച്ച് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നയമായിട്ട് പോയി കഴിഞ്ഞിട്ട് അതിന്റെ ഫൈനാലിറ്റി മാത്രമേ ബ്യൂറോക്രസി അറിയുന്നുള്ളൂ. ഇപ്പൊ സംഭവിക്കുന്നത് എന്താ? മന്ത്രിമാരുടെ ഓഫീസിൽ ആരാ ഇരിക്കുന്നത്? എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത്. മന്ത്രിമാരുടെ ഓഫീസിലിരിക്കുന്ന ഫയൽ വായിക്കുമ്പോൾ വായിക്കാൻ അറിയാത്തവന്മാരാണ്. അപ്പൊ എന്ത് ചെയ്തു? ഈ എല്ലാം നേരെ ബ്യൂറോക്രസി ചെന്നു. അപ്പം എന്തിനാണോ സ്വതന്ത്ര മന്ത്രിസഭ, എന്തിനാണോ മന്ത്രിസഭാ തീരുമാനങ്ങൾ, അതെല്ലാം ഉദ്യോഗസ്ഥ ആധിപത്യത്തിലേക്ക് മാറിക്കഴിഞ്ഞപ്പം അതാരും പുറത്തു പറയാൻ തയ്യാറല്ല. ആ ഉദ്യോഗസ്ഥ ആധിപത്യത്തിൽ നിന്നും ഒരു 80കളിലേക്ക് ഉണ്ടായിരുന്ന മന്ത്രിമാരുടെ ഓഫീസിലെ ശക്തരായ പ്രൈവറ്റ് സെക്രട്ടറിമാര്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാര്, അവരൊക്കെ ഉണ്ടെങ്കിൽ ഈ നയമായിട്ട് നടപ്പിലാക്കും. LDF-ന് ഒരു പ്രകടന പത്രികയില്ലേ? UDF-ന് ഉണ്ടല്ലോ. പ്രകടന അടിസ്ഥാനത്തില് നമ്മൾ ഭരണം നടത്തേണ്ടത്. ഈ പ്രകടന പത്രിക വീതം വെച്ചിട്ട് 20 വകുപ്പ് മന്ത്രിമാർക്കുള്ള 900 വകുപ്പ്, ഏതാണ്ട് 110 വകുപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ആ വകുപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് മന്ത്രിക്കറിയാവോ? നിങ്ങളൊക്കെ മന്ത്രി ചോദിച്ചു നോക്കി. അവര് പ്രകടന പത്രിക പോലും വായിച്ചു കാണില്ല. അപ്പൊ ആ ഒരു സാഹചര്യത്തില് ഞാൻ ചുമ്മാ പറയുന്നൊന്നുമില്ല. നമ്മള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരാളായ നിലയ്ക്ക് ഞാൻ പറയാം, ഞാൻ ആരെ കുറ്റപ്പെടുത്തി പറയുന്നതല്ല. അതിഭീകരമായൊരവസ്ഥയാണ്. അപ്പം ആ ഭീകരാവസ്ഥയില് ശരിക്ക് പിണറായി വിജയന്റെ മറ്റേ എന്നാ പറയുന്ന കേരള യാത്രയോ അതൊക്കെ ജനങ്ങളിലൊരു തെറ്റായ സന്ദേശം നടത്തി കാണും. നവകേരള സദസ്സ് നന്നായി കാണും. അവിടെയും പിണറായി വിജയൻ അല്ല കുറ്റക്കാരൻ. അവിടെയും കാര്യങ്ങൾ നടത്താത്ത ഈ ബ്യൂറോക്രസിയും അവരെ നയിക്കാൻ കഴിവില്ലാത്ത രാഷ്ട്രീയ നേതൃത്വ ഉത്തരവാദിത്വം. നിങ്ങൾ പിണറായി വിജയനെ മാത്രം കുറ്റം പറയുന്നത്? പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരാളല്ലേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കീഴിലുള്ള 19 മന്ത്രിമാരെ മാറ്റാനുള്ള അധികാരം രാഷ്ട്രീയ പാർട്ടികൾക്കില്ലേ?
CPM-ന്റെ പൊക്കോട്ടെ, നിങ്ങൾ CPM-നെ വിട്. CPM പിണറായി വിജയന്റെ ഏകാധിപത്യ സ്റ്റാലിനിസ്റ്റ് എന്നൊക്കെ പറയുന്ന ആയിക്കോട്ടെ. ആ മന്ത്രിമാർ ബാക്കി എത്ര മന്ത്രിമാരുണ്ട്? 4 CPI മന്ത്രിമാരില്ലേ? അവർ ഇപ്പോഴല്ലേ വാതുറക്കാൻ തുടങ്ങിയത്? ഇതിക്കും ചെയ്യണ്ടായിരുന്നു. അവരുടെ 4 മന്ത്രിമാരും ഫിറ്റാണോ? അല്ല. ഞാൻ മന്ത്രിമാരെ പേഴ്സണൽ കുറ്റം പറയുകയല്ല. വിഷയങ്ങൾ പഠിക്കുന്നതിൽ അവർക്കൊന്നും അറിയില്ല. ഇപ്പം കർഷക പെൻഷൻ കൊടുക്കുമെന്ന് ഇതിനു മുമ്പ് പോയി സുനിൽകുമാർ പറഞ്ഞു. കർഷക പെൻഷൻ കൊടുക്കുന്നു എന്നിട്ട് ഒരു ഫയൽ നീക്കാത്ത സുനിൽകുമാറിനെതിരെയാണ് ഞങ്ങൾ തൃശ്ശൂർ പ്രചരണത്തിന് പോയത്. അത് സുനിൽകുമാറിനെതിരെയല്ല പോയത്. കർഷക പെൻഷൻ കൊടുക്കും എന്ന പദ്ധതി അവതരിപ്പിച്ചിട്ട് അത് പാതി വഴിയിൽ ഇട്ടുപോയത് ആരാണോ അവർക്കെതിരെയാ പോയത്. അതിനകത്ത് സുനിൽകുമാർ ഒരു വ്യക്തിയായെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ പല വിഷയങ്ങളിലും എല്ലാ വിഷയങ്ങളും അങ്ങനെയാ പോയത്. തത്വാധിഷ്ഠിതവും വിഷയാധിഷ്ഠിതമായിട്ട് പോകുമ്പോൾ പ്രതികരിക്കേണ്ടി വരും. അതിന് ഭയങ്കര റെസ്പോൺസ് ഉണ്ടായത് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം നിങ്ങൾ ഇപ്പൊ ഇടുക്കിയില് ഒരു വിഷയം ഞാൻ പറയാം. ഇടുക്കിയില് ഡീൻ കുര്യാക്കോസ് ജയിച്ചു, എല്ലാവരും ഭയങ്കര ഹാപ്പിയാ. ഡീൻ കുര്യാക്കോസ് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിനായി ജയിച്ചെന്ന് ആരും ചോദിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 1,70,000 വോട്ടിന് ജയിച്ചു, ഇപ്രാവശ്യം 27,000 കുറഞ്ഞു. അപ്പൊ എത്ര ഫോളോവർ അവർക്ക് കുറഞ്ഞു? 50,000 വോട്ട് കുറഞ്ഞില്ലേ? വോയിസ് തോറ്റുകയാണ്, അത് വേറെ കാര്യം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടിയ വോട്ടുകൾ നോക്കിയാൽ ജനങ്ങൾ നിസ്സംഗരാണ്, രാഷ്ട്രീയക്കാർ താല്പര്യമില്ലെന്ന് മനസ്സിലായില്ലേ? അതിനകത്ത് പിണറായി വിജയനാണോ കുറ്റക്കാരൻ? അല്ലല്ലോ. ഇടുക്കിയിലെ പ്രശ്നം പരിഹരിക്കേണ്ട പിണറായി വിജയനാണോ? അല്ല. ഇടുക്കിയിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്ന റവന്യൂ വകുപ്പായിരുന്നു. റവന്യൂ വകുപ്പ് പരിഹരിക്കാൻ വന്നപ്പോഴല്ലേ ഇടുക്കിയിൽ ഇത്രയും വിശാലമായ തോൽവി ഉണ്ടായത്. നിങ്ങൾ അങ്ങനെ എടുത്തു നോക്കുമ്പോൾ പക്ഷെ എന്തുകൊണ്ട് അത് പരിഹരിച്ചില്ല എന്ന് ചോദിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കഴിയില്ലേ? അത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ വിഷയം. ഈ പറയുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഈ പറയുന്ന 100ഓളം വകുപ്പുകളുടെ ഇത്രയും വലിയ വിഷയം എല്ലാം പുള്ളിക്ക് അറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. അതിനാണല്ലോ പുള്ളി ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാ വകുപ്പിന്റെ അധികാരി മുഖ്യമന്ത്രിയും അതിന്റെ അസിസ്റ്റന്റ് അധികാരി മന്ത്രിമാരാണെങ്കിൽ സംഭവിച്ചു. അല്ലല്ലോ. മന്ത്രിമാർക്ക് സ്വതന്ത്ര പദവികൾ കൊടുത്തിട്ടില്ലേ? അവരല്ലേ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പം LDF-ന്റെ നയം നോക്കി കാര്യങ്ങൾ നടത്താത്ത എല്ലാ വകുപ്പ് മന്ത്രിമാരും ഈ പറയാൻ ഉത്തരവാദികളാണ്. എല്ലാവരും കൂടി അവസാനം പിണറായി തലോട്ട് വെച്ച് കിട്ടി. ബാക്കി എല്ലാവരും മാന്യന്മാരുമായി. എല്ലാവരും. ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന മന്ത്രിസഭയിലെ അംഗങ്ങളെ തീരുമാനിച്ചപ്പം ഈ പിണറായി വിജയൻ സ്റ്റാലിനിസ്റ്റ് ഒന്നും ആയിരുന്നില്ലല്ലോ. ആണോ? അല്ലായിരുന്നല്ലോ. ഈ മന്ത്രിമാർ തെരഞ്ഞെടുത്തപ്പം ഈ പറയുന്ന പാർട്ടി നേതൃത്വത്തിന് അറിയാൻ മേലായിരുന്നു ഈ മന്ത്രിമാർ ഇത്രയൊക്കെ ഉള്ളെന്നുള്ള കാര്യം. ഇപ്പൊ ഒരു തോമസ് ഐസക്കിനെയോ അല്ലെങ്കിൽ പഴയ ഒരു സുധാകരനെയോ വെച്ചൊക്കെ മറ്റുള്ള കമ്പയർ ചെയ്യാൻ പറ്റുമോ? കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഇനി ആയിക്കോട്ടെ, ചിലപ്പോൾ പുതുമുഖങ്ങൾ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മള് കർണാടകത്തിലും തമിഴ്നാട്ടിലും ആന്ധ്രയിലൊക്കെ കണ്ടില്ലേ, അവിടെയൊക്കെ പുതുമുഖങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കണം. അവർ നന്നായിട്ട് പ്രവർത്തിച്ചു വന്നവരാണ്. അവരെ ചിലപ്പോൾ വ്യവസായ മേഖലയിലായിരിക്കും, അല്ല മറ്റു മേഖലയിലായിരിക്കും. അവർക്ക് ഒരു സംവിധാനത്തെ നയിക്കാനുള്ള കഴിവുണ്ട്. ആ സംവിധാനത്തെ നയിക്കാനുള്ള കഴിവുള്ളവരാണോ കേരളത്തിലെ മന്ത്രിമാർ? ഞാൻ മന്ത്രിമാരെ പറ്റി സംസാരിക്കുകയല്ല. അവർക്ക് ആ ഒരു കഴിവില്ല, കഴിവുണ്ടാക്കി കൊടുക്കണമായിരുന്നു. കഴിവില്ലെങ്കിൽ ആ കഴിവിനെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബ്യൂറോക്രസിനെയും മന്ത്രിമാരുടെ ഓഫീസിനെയും വെച്ചിരിക്കുന്നത്. മന്ത്രിമാരുടെ ഓഫീസിലാണ് ആദ്യ പരാജയം ഉണ്ടായിരിക്കുന്നത്. ഇപ്പം മന്ത്രിമാരുടെ ഓഫീസ് ശക്തരായ, നിങ്ങൾ അമേരിക്കയിലോട്ട് നോക്കി, അമേരിക്കയില് ഭരണം മാറുമ്പം അവിടുത്തെ ഭരണ സംവിധാനവും മാറുകയാണ്. ഇപ്പം ആരാണോ ഭരിക്കുന്നത് അവരുടെ ആശയത്തിനനുസരിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനമുള്ളൂ. അവര് ഏത് ഭരണം വന്നാലും അവരാ തീരുമാനിക്കുന്നത്. സർ, ഈ അങ്ങനെ നോക്കുമ്പോൾ ഈ പരിചയസമ്പന്നരായിട്ടുള്ള ഒരുപാട് പേർ, ഇപ്പൊ KK ശൈലജ ടീച്ചറിനെ പോലെ ഉള്ള ഒരുപാട് പേർ പുറത്തു നിൽക്കുകയാണ്. ഒരു പരിചയമില്ലാത്ത മന്ത്രിമാരെ, അതായത് വെറും പാർട്ടി പ്രവർത്തകരായി നടന്ന മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള P. രാജീവ് ഉൾപ്പെടെയുള്ള ആളുകളെയാണ് തിരികെ മന്ത്രിമാരാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കഴിവും ഇതുമുള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ തോമസ് ഐസക്, KK ശൈലജ ടീച്ചർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്, സുധാകരനൊക്കെ, അങ്ങനെയുള്ളവരെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട്, കാരണം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നവരാണ് ഒരു മന്ത്രിസഭ എന്ന് പറയുന്നത്. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അത്രയും കഴിവുള്ളവരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയല്ലേ വേണ്ടത്? ആയിരുന്നല്ലോ. അതങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് ഇപ്പൊ ഒരു ചർച്ച പുനരാരംഭിച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു CPI മന്ത്രിമാരെ മാറ്റാൻ ആലോചന എന്നൊക്കെ. അത് ചെയ്യേണ്ടത് നമ്മളല്ല. ജനങ്ങളുടെ 5 വർഷം കൂടുമ്പോൾ ഒരു സാധനമുണ്ട്, പട്ടണം അമർത്താൻ. അതെല്ലാം അമർത്തും. ആരും അറിയില്ല. ആരെങ്കിലും അറിയില്ലല്ലോ. അവര് രണ്ട് മുന്നണികളും ഇപ്പൊ നമ്മൾ ഈ ഇടതുപക്ഷത്തിന്റെ അതിഭീകരമായ പരാജയം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ UDF-ന്റെ അതിഭീകരമായ പരാജയം പല മണ്ഡലങ്ങളിലും ഉണ്ട്. ആരും പുറത്തു വരുന്നില്ല. നിങ്ങളൊരു കഴിഞ്ഞ 3 ടൈമിലെ പാർലമെന്റ് ഇലക്ഷന്റെ വോട്ടിങ്ങും ഒരു 3 ടൈമിലെ അസംബ്ലി ഇലക്ഷന്റെ വോട്ടും കൂടെ പരിശോധിക്കുക. എവിടെയാ വോട്ട് ചോർന്നത്? വോട്ട് ഇഷ്ടം പോലെ ചോർന്നു പോയി. അതിൽ ചിലർ കുറ്റം പറയുന്ന ജാതിയെ പറ്റി പറയുക. ഈ ജാതി നേരത്തെ ഇല്ലായിരുന്നു. ഈ BJDS-ഉം ഈ BJP-യും ഈ ഹൈന്ദവ സംഘടനകളും RSS ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. അന്നൊക്കെ ആരെങ്കിലും വോട്ട് ചെയ്തോ? ഇല്ല. ഇപ്പം എല്ലാ അവനവന്റെ കുറ്റത്തിന് മുഴുവൻ ഈ പറയുന്ന വർഗീയ പാർട്ടികളെ കുറ്റം പറയുക, രാഷ്ട്രീയ പാർട്ടി കുറ്റം പറയുക. അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്, തൃശ്ശൂർ എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത്? അവിടെ 2 അരമനകളുണ്ട് ഇല്ലേ? ഇരിങ്ങാലക്കുട ഒരെണ്ണം, തൃശ്ശൂർ ഒരെണ്ണം ഉണ്ടല്ലോ. ആ 7 മണ്ഡലങ്ങളില് ഒരു 4 മണ്ഡലം ക്രൈസ്തവ ഭൂരിപക്ഷം ഉണ്ടല്ലോ, ആണല്ലോ. അവിടെ എങ്ങനെയാ സുരേഷ് ഗോപി ഭൂരിപക്ഷം കിട്ടിയത്? അപ്പൊ ഇവര് പോയി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തല്ലോ. ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഞാൻ പറയുന്നത് ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു മത നേതാവിനും ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാനൊന്നും ജനം പറയാനുള്ള അവകാശമില്ല. ജനം അത് അംഗീകരിക്കുകയില്ല. അത് തെളിവല്ലേ കാണുന്നത്. ഇവരൊക്കെ പറയും ഞങ്ങളുടെ വോട്ട് ബാങ്കാന്നൊക്കെ പറയും. ഏത് വോട്ട് ബാങ്ക് ഒന്നുമില്ല. ഇപ്പൊ വോട്ട് ബാങ്ക് ഒന്നും ഇല്ല. അവിടെ ജനങ്ങള് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആരാണോ അവർക്ക് പോയി വോട്ട് കുത്തും. അവരെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആരാണോ അവർക്ക് വോട്ട് കുത്തും.
അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടിയും മാറണം, നേതാക്കളും മാറണം. മാറിയില്ലെങ്കിൽ മാറ്റും. കാരണം ഇത് തേർഡ് ഓൾട്ടർനേറ്റീവ് വന്നില്ലേ. ഇപ്പൊ നിങ്ങള് കേജ്രിവാളിന്റെ കാര്യം നോക്ക്, ബാക്കി പലരും നോക്കാം. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നില്ലേ. ഈ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് നോക്കിക്കേ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധമില്ലെന്നൊക്കെ പറഞ്ഞു. ജനങ്ങൾക്ക് ബോധമുണ്ടെന്ന് മനസ്സിലായില്ലേ? അടിയന്തരാവസ്ഥക്കാലത്ത് തന്നെ പറഞ്ഞേ ജനങ്ങൾക്ക് ബോധമില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ജനാധിപത്യത്തിന് എന്ന് ഒരു തകർച്ച ഉണ്ടാകുന്നു, എന്ന് പ്രതിസന്ധി ഉണ്ടാകുന്നു, അന്നൊക്കെ വോട്ടർമാര് തിരുത്തിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാരെ ഉണ്ടല്ലോ, ഇവരെ തിരുത്തിയിട്ടുണ്ട്. ഇടതുപക്ഷം തിരുത്തും. ഞാനിപ്പോ പറയുന്നത് ഇപ്പം ഭരിക്കുന്ന മുന്നണിയാണല്ലോ പറയേണ്ടത് കേരളത്തില്. ആ മുന്നണി ഒരു സമൂല മാറ്റത്തിന് മാറണം. മാറുന്നത് മാത്രമല്ല, ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ജനങ്ങളോട് സംസാരിക്കാൻ പറയണം. ഈ പറയുന്ന മന്ത്രിമാരോടും ജനപ്രതിനിധികളോടൊക്കെ വിഷയങ്ങൾ ഏറ്റെടുക്കണം. ആ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ട് ജനോപകാരപ്രദമായിട്ട് പരിഹരിക്കണ്ടേ. അതിനകത്ത് ഉദ്യോഗസ്ഥരല്ലോ പറയണ്ടേ. ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആരാ? അല്ല, ജനങ്ങളല്ലേ. അപ്പൊ ആരാ അറിയണ്ടേ? ജനങ്ങളുടെ മത്സരം ആദ്യം ആരാ? ജനപ്രതിനിധികളാണ്. ജനപ്രതിനിധികളല്ലേ ഇന്നത് ചെയ്യാൻ ഉദ്യോഗസ്ഥരോട് പറയേണ്ടത്. അല്ലാതെ ഉദ്യോഗസ്ഥർ പറയാൻ ജനപ്രതിനിധികൾ ഇങ്ങനെയേ പറ്റൂ എന്ന് പറയുമ്പോഴത്തേക്ക് ജനാധിപത്യം പരാജയപ്പെട്ടു. അവിടെ ശരിക്കും പറഞ്ഞാൽ എന്നാ പറയുന്നത്, ഞാനൊരു ടോട്ടാലിറ്റേറിയൻ ഒന്നും പറയുന്നില്ല, ഡിക്റ്റേറ്റർഷിപ്പ് ഒന്നും പറയുന്നില്ല. ജനാധിപത്യത്തിൽ ജനനേതാക്കൾക്ക് എവിടെ പങ്ക് നഷ്ടപ്പെടുന്നോ അവിടെ ഉദ്യോഗസ്ഥാധിപത്യം കടന്നു വരും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ഡിക്റ്റേറ്റർഷിപ്പ്. രണ്ടാമത് ആ ഉദ്യോഗസ്ഥാധിപത്യം പിന്നെ ശക്തി പ്രാപിക്കും. കാരണം എതിർക്കാൻ കക്ഷികളില്ലല്ലോ. പിന്നെ മൊത്തം അവരുടെ പിടിയിലാവും. അപ്പൊ അത് ഏകാധിപത്യമായിട്ട് മാറും. അതിനകത്ത് നമ്മള് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കുറ്റം കാര്യമില്ല. എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ എന്റെ എക്സാമ്പിൾ പറഞ്ഞല്ലോ. അദ്ദേഹത്തിന് ഇപ്പം എന്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല. അന്ന് നിങ്ങളെ പോലെ ചാനലിനോടും ചോദിച്ചില്ല. ചോദിച്ചാൽ ഞാൻ പറഞ്ഞേനെ. വിത്തിൻ 48 hours അല്ലല്ലോ. രാത്രി 10 മണിക്ക് രാമനിലയത്തിൽ നിന്ന് പറഞ്ഞൊരു വിഷയം ഉദ്യോഗം രാവിലെ 9:30 മണിക്ക് എറണാകുളത്ത് സോൾവ് ചെയ്തില്ലേ. അദ്ദേഹം പാർട്ടിയുടെ മുഖ്യമന്ത്രി ഒന്നുമല്ല, അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു. അങ്ങനെ ശക്തിയുള്ള ഒരു പാർട്ടി സെക്രട്ടറി സംവിധാനമുള്ള CPM-ലായി പോയി നടക്കുന്നവർ കൂട്ടിക്കോണം. ആണല്ലോ. തീർച്ചയായിട്ടും സാറ് പറയുന്നത് പോലെ നിലപാടുകൾ എടുക്കാൻ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ അത് ശക്തരായ ഒരു സർക്കാർ സംവിധാനങ്ങൾ കൂടി ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് കഴിയൂ എന്നുള്ളതാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ മാതൃക തീർച്ചയായിട്ടും പലരും അനുകരിക്കേണ്ട ഒന്ന് തന്നെയാണ്. അത് എല്ലാവരും അനുകരിച്ചാൽ കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ കുറെയെങ്കിലുമൊക്കെ പരിഹരിക്കാൻ സാധ്യതയുണ്ട്. ക്യാമറാമാൻ രാജീവ് ആയാപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യ ശേഖരൻ.